Hello students, welcome to GST part 18. Vouchers and delivery challan. Different types of invoices under GST are GST invoice, bill of supply, debit and credit note, vouchers. We have already discussed first three types. Last one, vouchers. Voucher means a printed piece of paper that entitles the holder to a discount or that may be exchanged for goods or services. Examples of vouchers are coupon, token, ticket, license, permit, pass, etc. വൗച്ചർ എന്നത് ഒരു പ്രിന്റഡ് പീസ് ഓഫ് പേപ്പർ ആണ്. ഈ വൗച്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈ വൗച്ചർ ക്യാഷിന് പകരമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ വൗച്ചർ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് കാരണമാകാം. അങ്ങനെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിൻ്റഡ് പീസ് ഓഫ് പേപ്പറിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിലും അവിടെ ഒരു വൗച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കൗണ്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് വൗച്ചർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കൂപ്പൺ, ടോക്കൺ, ടിക്കറ്റ്, ലൈസൻസ്, പെർമിറ്റ്, പാസ് ഇതൊക്കെ വൗച്ചറിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. അണ്ടർ GST, voucher means an instrument which should be accepted as consideration for a supply. GSTയിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഒരു സപ്ലൈ നടക്കുമ്പോൾ കൺസിഡറേഷനായിട്ട് പേയ്മെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. എ വൗച്ചർ ഈസ് ആൻ അസറ്റ് ടു എ റെസിപ്പിയൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് മണി ഇൻ കേസ് ഓഫ് സപ്ലൈ. വൗച്ചർ ഹോൾഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വൗച്ചർ എന്നത് ഒരു അസറ്റാണ്. കാരണം ക്യാഷൊക്കെ പോലെ തന്നെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വൗച്ചർ. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വൗച്ചർ ക്യാഷിന് പകരമായിട്ട് സപ്ലൈയുടെ സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. Types of vouchers. There are three types of vouchers, that is receipt voucher, refund voucher and payment voucher. First one, receipt voucher. A registered person shall issue a receipt voucher on receipt of advance payment with respect to any supply of goods or services or both. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അഡ്വാൻസ് എമൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്താണ് റിസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത്. ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്താണ് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ റിസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, റീഫണ്ട് വൗച്ചർ. വെയർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ഫോർ വിച്ച് ദ റിസീറ്റ് വൗച്ചർ ഹാഡ് ബീൻ ഇഷ്യൂഡ് ബട്ട് നോ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വാസ് ഡൺ. ഇൻ സച്ച് കേസസ് സപ്ലയർ ഇഷ്യൂസ് എ റീഫണ്ട് വൗച്ചർ എവിഡൻസിങ് ദ റീഫണ്ട് ഓഫ് അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദ റിസിപ്പിയൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് സപ്ലയർ റെസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യും. അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്തു, എന്നാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സപ്ലയർ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യും. ഇവിടെ അഡ്വാൻസ് എമൗണ്ട് കിട്ടിയ തുക സപ്ലയർ റീഫണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു എവിഡൻസ് എന്നുള്ള രീതിയിലാണ് റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് വൗച്ചർ. A registered person who is liable to pay tax under reverse charge shall issue a payment voucher at the time of making payment to the supplier. നമുക്കറിയാം, ചില കേസുകളിലൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന ആളാണ് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആകുന്നത്. അതിനെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നു. സാധാരണയായിട്ട് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന കേസിലൊക്കെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്നത്. ഇവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന കേസുകളിലെല്ലാം റിസീവർ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും, GSTയിൽ രജിസ്ട്രേഷൻ ഉള്ള ആളായിരിക്കും. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസീപ്പിയൻ്റ് ഒരു പേയ്മെൻറ്റ് വൗച്ചർ സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യുന്നു. പേയ്മെൻറ്റ് നടത്തുന്ന കൂടെ തന്നെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന കൂടെ തന്നെ ഒരു പേയ്മെൻറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നു. പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഒരു എവിഡൻസ് എന്ന രീതിയിലാണ് പേയ്മെൻറ്റ് വൗച്ചർ സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ടാക്സ് അടയ്ക്കുന്ന രജിസ്റ്റേർഡ് റിസീപ്പിയൻ്റ് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് വൗച്ചർ. നെക്സ്റ്റ്, ഡെലിവറി ചെല്ലാൻ. A delivery chellan is a document created during the transportation of goods from one place to another, which may or may not result in sales. This is sent along with the shipped goods. It contains the details of items shipped, quantity, buyer and delivery address. ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഡെലിവറി ചെല്ലാൻ ഉപയോഗിക്കുന്നത്. സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ടോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഡെലിവറി ചെല്ലാൻ ആവശ്യമാണ്. ഷിപ്പ് ചെയ്യുന്ന ഗുഡ്സിനോടൊപ്പം ഡെലിവറി ചെല്ലാൻ ഉണ്ടായിരിക്കണം. അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിളിൽ ഡെലിവറി ചെല്ലാൻ ഉണ്ടായിരിക്കണം. ഡെലിവറി ചെല്ലാനിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഷിപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി, ബയറുടെ ഡീറ്റെയിൽസ്,
ഡെലിവറി അഡ്രസ്സ് ഇവയൊക്കെ ഉണ്ടായിരിക്കണം. സിറ്റുവേഷൻസ് വെയർ ഡെലിവറി ചെല്ലാൻ ഈസ് ഇഷ്യൂഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. ഗുഡ് സപ്ലൈഡ് ഓൺ അപ്രൂവൽ ബേസിസ്. കസ്റ്റമർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണ്. കസ്റ്റമർ ഗുഡ്സ് അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള കേസിൽ ഡെലിവറി ചെല്ലാനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഫോർ ജോബ് വർക്ക്. ജോബ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഡെലിവറി ചെല്ലാനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഫോർ റീസൺ അതർ ദാൻ സപ്ലൈ. സപ്ലൈ അല്ലാതെ ഉള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരവും ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്യണം. ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ ഡെലിവറി ചെല്ലാനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. വേർ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സപ്ലൈഡ് ഫ്രം ദ പ്ലേസ് ഓഫ് സപ്ലയർ ഈസ് നോട്ട് നോൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈയുടെ പ്ലേസിൽ നിന്ന് ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ റെസിപ്പിയൻറ്റിനും എത്ര ക്വാണ്ടിറ്റി ഗുഡ്സാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് അറിയില്ല എങ്കിൽ ആ കേസിലും ഡെലിവറി ചെല്ലാനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. സപ്ലൈയുടെ പ്ലേസിൽ നിന്ന് ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ പല റെസിപ്പിയൻറ്റിനും ചിലപ്പം ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് കാണും. ഓരോ റെസിപ്പിയൻറ്റിനും എത്ര ക്വാണ്ടിറ്റി വെച്ചാണ് ഗുഡ്സ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല എങ്കിൽ ആ കേസിലും ഡെലിവറി ചെല്ലാനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ സെമി അസംബിൾഡ് സ്റ്റേറ്റ്. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കേസിലും ഡെലിവറി ചെല്ലാനാണ് ഉപയോഗിക്കുന്നത്. അത് സെയിൽസ് പർപ്പസിന് വേണ്ടിയല്ല ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി അസംബിളിങ് വേറൊരു പ്ലേസിൽ വെച്ചായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഡെലിവറി ചെല്ലാൻ ഉണ്ടായിരിക്കണം. ഏതൊക്കെ കേസിലാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയുള്ള കേസുകളിലാണ് ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ അപ്രൂവൽ ബേസിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സപ്ലൈയുടെ പ്ലേസിൽ നിന്ന് ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല. സെമി അസംബിൾഡ് സ്റ്റേറ്റിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസുകളിലൊന്നും നമുക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഡെലിവറി ചെല്ലാൻ ഉപയോഗിക്കുന്നത്. Delivery challan must be prepared in triplicate. The original copy must be marked as original for consigning. The duplicate copy must be marked as duplicate for transporter. The triplicate copy must be marked as triplicate for consigner. Delivery challan 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒറിജിനൽ കോപ്പി കൺസൈനിക്ക് ഉള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടർ കൈവശം വയ്ക്കേണ്ടതാണ്. ട്രിപ്ലിക്കേറ്റ് കോപ്പി കൺസൈനർ കൈവശം സൂക്ഷിക്കേണ്ടതാണ്. കണ്ടൻസ് ഓഫ് ഡെലിവറി ചെല്ലാൻ, ഡേറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡെലിവറി ചെല്ലാൻ, ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ ഇവ ഉണ്ടായിരിക്കണം. നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് കൺസൈനർ ഈഫ് രജിസ്റ്റേർഡ്. നെയിമും അഡ്രസ്സും, കൺസൈനറുടെ നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം. രജിസ്റ്റേർഡ് ആണെങ്കിൽ GST രജിസ്ട്രേഷൻ നമ്പരും ഉണ്ടായിരിക്കണം. നെയിം, അഡ്രസ് ആൻഡ് GST ഓർ UIN ഓഫ് ദ കൺസൈനി ഈഫ് രജിസ്റ്റേർഡ്. കൺസൈനി രജിസ്റ്റേർഡ് ആണെങ്കിൽ നെയിമും അഡ്രസ്സും GST രജിസ്ട്രേഷൻ നമ്പരും ഉണ്ടായിരിക്കണം. നെയിം, അഡ്രസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇഫ് ദ കൺസൈനി ഈസ് അൺരജിസ്റ്റേർഡ്. കൺസൈനി അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ GST രജിസ്ട്രേഷൻ നമ്പർ വേണ്ട. നെയിം, അഡ്രസ്, പ്ലേസ് ഓഫ് സപ്ലൈ ഇവയുണ്ടായിരിക്കണം. HSN കോഡ് ഓഫ് ദ ഗുഡ്സ്
മൂവ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ HSN കോഡ് ഉണ്ടായിരിക്കണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് സപ്ലൈഡ്, സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ, ഈ ഗുഡ്സിൻ്റെ ടാക്സബിൾ വാല്യൂ എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. GST ടാക്സ് റേറ്റ് ആൻഡ് GST സെസ്, GSTയിൽ ടാക്സ് റേറ്റ് എത്രയാണെന്നും സെസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് എത്രയാണെന്നും ഉണ്ടായിരിക്കണം. പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ മെൻഷൻ ചെയ്തിരിക്കണം. സപ്ലൈയുടെ അല്ലെങ്കിൽ കൺസൈനറുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡെലിവറി ചെല്ലാനിലെ മെയിനായിട്ടുള്ള കണ്ടൻസ്. Thank you for watching this video.